ഹായ്. അപ്പോഴേ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കപ്പ ഫ്രോസണാണ്, കഴുകി കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്കിത് പുഴുങ്ങാം. നല്ല കപ്പ പുഴുങ്ങിയതും അതിൻ്റെ കൂടെ ഈ സാധനം നല്ല നെയ്യുള്ള മത്തിയാണ്, വലിയ മത്തിയാണ്. മത്തി പുഴുങ്ങി മത്തി നമ്മളവിടെ പറയുകയാണെങ്കിൽ മത്തി അവിച്ചതും കപ്പ മരിച്ചിനിയും മത്തിയും കൂടി അവിച്ചത് വേറെ ലെവൽ പുഴുങ്ങിയെടുക്കുക. നല്ല ഉള്ളിയും മുളകൊക്കെ ഇട്ട് അങ്ങോട്ട് പുഴുങ്ങുക, അടിപൊളിയായിരിക്കും, വേറെ ലെവലായിരിക്കും. നല്ല നെയ്യുള്ള മത്തി കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ഞാൻ ഉണ്ടാക്കും പോലെ ഒന്ന് കഴിച്ചു പോകണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഓക്കെ, നേരെ അടുപ്പത്ത് കയറ്റി കപ്പ വെക്കുക. അയ്യോ, അപ്പോൾ അത് റെഡി ആകുമ്പോഴത്തേനും നമുക്ക് അടുത്ത മത്തിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാം. ഗൈസ്, അപ്പോൾ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സവാള കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാനൊരു 3 സവാള എടുത്തു, പിന്നെ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മീൻ ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യണം, പാത്രത്തിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് സവാളയും മുളകും കൂടി അടിയിൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് മീൻ വെക്കുക. വീണ്ടും നമ്മൾ സവാള മുളകും കൂടി മുകളിലിട്ട് കൊടുക്കുക. പരിപാടി കഴിഞ്ഞു. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഓക്കെ ഗൈസ്, കുറച്ച് സവാള ഇടാം. കുറച്ച് മുളക്, ഓക്കെ. ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അടുക്കി വയ്ക്കാം. ഓക്കെ ഗൈസ്, ഇതേപോലെ അടുക്കി വെക്കുക. ഓക്കെ ഗൈസ്, ഇങ്ങനെ മീനിങ്ങനെ വെക്കുക. കറക്റ്റായിരുന്നു ഗൈസ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പരിഞ്ഞിലിടിയുണ്ട്, അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എവിടെയെങ്കിലും ഇട്ട് കൊടുക്കാം. കിടക്കട്ടെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയിരിക്കുന്ന മുളക് അതിനെങ്ങനെ ഇടുക. മുളക് ഞാൻ അല്പം കൂടുതൽ എടുത്തിട്ടുണ്ട് ഗൈസ്, എനിക്ക് സ്പൈസി കുറച്ച് കൂടുതൽ ഉള്ളത് കൊണ്ട് എടുത്തു ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇടണമെന്ന് നിർബന്ധമില്ല, എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇട്ടാണ്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായ ഉപ്പ് അതിടാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള സവാള ഇട്ട് കൊടുക്കുക. ഓക്കെ ഗൈസ്, ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട. മീൻ, സവാള ഇതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങാനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇതിൽ തന്നെ ഇരുന്ന് സെറ്റാവും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി ഇത് ഓക്കെ കലാസ് കഴിഞ്ഞു. ഇനി നമ്മൾ അടച്ചു വെക്കും. സെറ്റാണ് ഗൈസ്. ഓക്കെ, നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതിനെ അടുപ്പത്ത് വെക്കാം. ഗൈസ്, നമുക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം. ഓക്കെ ഗൈസ്, ലൈറ്റായിട്ട് മാത്രമേ വെക്കാവൂ, ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട, ചെറുതായിട്ട് വെക്കുക. ഓക്കെ, ഇതിവിടെ റെഡിയാണ്. നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഏകദേശം ഒന്ന് തിളച്ച് കഴിഞ്ഞു. വേവട്ടെ. നമുക്കൊരു ശകലം ഉപ്പിട്ട് കൊടുക്കാം ഗൈസ് ഇതിനകത്തേക്ക്. ഗൈസ്, അപ്പോൾ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു തുള്ളി വെള്ളം വീതിയിട്ടില്ല നമ്മൾ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഓക്കെ, അതായത് അടിയിലൊക്കെ ഉള്ളത് മുകളിലേക്ക് വരണം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗൈസ്. ഒരു കാരണവശാലും നമ്മളിത് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് എടുത്തിട്ട് ഇതിങ്ങനെ കുലുക്കി അത് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ വെക്കാവൂ. ഓക്കെ, പാത്രം ഒന്ന് അനക്കിയിട്ട് അങ്ങനെ തിരിക്കാവൂ. അപ്പോൾ അതുപോലെയാണ് തിരിച്ചിരിക്കുന്നത്. സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും. അപ്പം പൊടിക്കാൻ പാടില്ല, അല്ലാണ്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. കപ്പ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഒരു 2 മിനിറ്റും കൂടെ കിടന്നു കഴിഞ്ഞാൽ കപ്പ നല്ല രീതിയിൽ വെന്ത് കിട്ടും. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ
സംഭവം കടന്ന് തിളച്ച് മറിയുന്നുണ്ട് ഗൈസ്. അടിപൊളിയായിട്ട് സംഭവം വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി കപ്പ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ കപ്പ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഈ കപ്പ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ, കപ്പ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മളിനി അടച്ചു വെക്കും. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്കിതിനൊന്ന് മിക്സ് ചെയ്യാം. ആവിയൊക്കെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു മിക്സിങ്. ഓക്കെ ഗൈസ്, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അവനെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് എടുക്കാം. ഓക്കെ, വാ. പൊളി. ഒരു മീൻ കൂടെ വെക്കാം ഗൈസ്. പൊളിച്ച് ഗൈസ്, ഇത് വേറെ ലെവലാണ് ഗൈസ്. ഈ സാധനം ഉണ്ടല്ലോ, അങ്ങോട്ട് കഴിക്കണം ഗൈസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു പീസ് ഒരു മനുഷ്യനുണ്ട്. അതിപ്പോൾ നല്ല ഒരു ഫ്ലേവർ മൊത്തം ഇതിനകത്തുണ്ട് ഗൈസ്. ഓക്കെ, കുറച്ചിങ്ങനെ ഈ മുളകും ഉള്ളിയും ഒക്കെ കൂടി എടുക്കുക. വേറെ ലെവൽ ഗൈസ്. എന്നിട്ട് ഈ സാധനം ഉണ്ടല്ലോ, മീൻ. ഓഹ്, ആഹാ, ഫ്രഷ് മീനാണ് ഗൈസ്. ഇതുണ്ടോ, അതിൻ്റെ മുള്ളിങ്ങനെ എടുത്ത് ഒഴിവാക്കുക. എന്നിട്ട് മീറ്റ് മാത്രം ഇങ്ങനെ എടുക്കുക. വേറെ ലെവൽ, ഒന്നും പറയാനില്ല ഗൈസ്. നല്ല ചൂടുണ്ട്. എല്ലാം ഈ ഫ്ലേവർ മൊത്തം ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. കപ്പയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒന്നും കൂടെ കഴിക്കാം. പൊളി. എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യണം. കഴിച്ചിട്ടുള്ളവർ കഴിക്കണം. ഇത് വേറെ ലെവലാണ് ഗൈസ്. ഇതിന് നമുക്ക് നാട്ടിലെ ഉണ്ട മുളകൊക്കെ ഇട്ടിട്ട് കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇത് കഴിക്കട്ടെ. ഈ സാധനം നിറച്ചിരിക്കുക കേട്ടോ. ഞാൻ ഒന്ന് കഴിച്ച് എനിക്ക് വയ്യ. എന്നാൽ ശരി, ഓക്കെ ഗൈസ്. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തവർ കഴിക്കണം. കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ എന്തായാലും ഞാൻ പോയി കഴിക്കട്ടെ ഗൈസ്. ഓക്കെ.